ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അവർ ഭഗവാനൊപ്പമായിരുന്നു. ലോകത്തെ സനാതന ധർമ്മത്തിലേക്ക് നയിക്കുക, അതാണ് സായി അവതാര ദൗത്യം. അതിനായി മാനവകുലത്തിന്റെ സമസ്ത മേഖലകളെയും അവിടുന്ന് സ്പർശിച്ചു. ആ സ്പർശം അത്ഭുതാവഹമായ മാറ്റമുണ്ടാക്കി. സായി ദർശന സ്പർശനാദികൾ ലഭിച്ചവർക്കെല്ലാം ആന്തരിക മാറ്റമുണ്ടായി. ആ മാറ്റം ലോകശാന്തിയിലേക്കുള്ള ആദ്യ ചുവടുകളായിരുന്നു. വരാൻ പോകുന്ന കാലം അതിന് തെളിവാകും. ഭൗതിക ലോകത്തിലെ ഉന്നതന്മാർ ഭഗവാനെ എങ്ങനെ സ്വീകരിച്ചു എന്നതിലേക്കായി കുറച്ചു മഹത്തുക്കളെ പരിചയപ്പെടാം. പാടി പാടി അവൾ മീരയായി. MS സുബ്ബലക്ഷ്മി. ഭഗവാൻ ബാബയുടെ ആദ്യ ദർശനത്തിൽ തന്നെ സംഗീത ചക്രവർത്തിനിയുടെ ശരീരവും മനസ്സും തരളിതമായി. മിഴികൾ ഈറനണിഞ്ഞു. നാളിതുവരെ താൻ ഉപാസിച്ച സംഗീത ദേവത ഉടൽ പൂണ്ട് പ്രേമം വഴിഞ്ഞൊഴുകുന്ന മന്ദസ്മിതത്തോടെ മുന്നിൽ നിൽക്കുന്നു. മനുഷ്യരാശിയെ രക്ഷിക്കാനായി ഗോകുലത്തിലെ വേണുഗോപാലൻ വിശ്വവശ്യമായ പുഞ്ചിരിയോടെ സത്യസായി സ്വരൂപത്തിൽ. വിറപൂണ്ട ദേഹവുമായി കുടുകുടയൊഴുകുന്ന കണ്ണീരോടെ MS സുബ്ബലക്ഷ്മി ഭഗവത് പാദങ്ങളിൽ പ്രണമിച്ചു. മൃദുല ഗംഭീരമായി ഗാനലോലനായ മഹാപ്രഭു അരുളി, വരൂ, 10 കൊല്ലമായി നീ ആഗ്രഹിച്ചിരുന്ന പാദനമസ്കാരം ഇപ്പോൾ ചെയ്തുകൊള്ളൂ. ആ വാക്കുകൾ MS-ന്റെ മനസ്സിൽ അമൃതധാരയൊഴുക്കി. താൻ സർവേശ്വര സന്നിധിയിൽ എന്ന് ഒന്നുകൂടി ഉറപ്പായി. സായി തിരുസന്നിധിയിൽ തന്റെ ജീവിതം തുറന്ന പുസ്തകമാണെന്ന് അനുഭവമായി. പോയ വർഷങ്ങളൊക്കെ ഈ ദർശനത്തിനായി തന്നെ കൊണ്ട് ഭഗവാൻ തപസ്സു ചെയ്യിക്കുകയായിരുന്നു എന്നും വെളിപ്പെട്ടു. 10 വർഷം മുമ്പ് സത്യസായി ദർശനത്തിനായി MS ആഗ്രഹിച്ചതാണ്, ശ്രമിച്ചതാണ്. പക്ഷെ കഴിഞ്ഞില്ല. ഭർത്താവ് സദാശിവത്തിന് സത്യസായി ദർശനത്തിൽ അന്ന് അത്ര താല്പര്യം തോന്നിയില്ല. ഭർത്താവിനെ ഈശ്വരതുല്യം കരുതുന്ന ഒരു ഭാരതീയ മഹിളയ്ക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാനില്ല. ഭർത്താവിനോടൊപ്പമല്ലാതെ ആ മഹതി എങ്ങും യാത്ര ചെയ്തിട്ടുമില്ല. അതിനാൽ എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുത്തു. പതിയെ അനുസരിച്ചു, അത്രമാത്രം. അതാണല്ലോ ഭാരത സംസ്കാരം. MS ബാംഗ്ലൂരുവിൽ ചെന്നാൽ ബാബയുടെ ഭക്തനായ വെങ്കിടാചലത്തോടൊപ്പമാണ് താമസിക്കാറ്. ഒരിക്കൽ MS വെങ്കിടാചലത്തോട് പറഞ്ഞു, എന്റെ പ്രണാമങ്ങൾ ഭഗവാന് സമർപ്പിക്കണേ. അവിടുത്തെ പ്രസാദം എനിക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യണേ. വെങ്കിടാചലം സംഗീതറാണിയുടെ ഹൃദയവ്യഥ തിരുസന്നിധിയിൽ സമർപ്പിച്ചു. ഭഗവാൻ അദ്ദേഹത്തിന് പ്രസാദം സമ്മാനിച്ചുകൊണ്ട് അരുളി, എനിക്കറിയാം അവരുടെ ഭർത്താവ് സദാശിവം ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല. സാരമില്ല, സദാശിവം ഇവിടെ വരും. ഭഗവത് സങ്കല്പം സത്യമായി. അതിന്റെ ഫലമായി ഉണ്ടായ ദിവ്യദർശനമാണിപ്പോൾ ലഭിച്ചത്. ഭഗവാന്റെ വാക്കുകളിൽ അവിടുത്തെ സർവജ്ഞതയും കാരുണ്യവും MS അനുഭവിച്ചറിഞ്ഞു. തന്നെ ഇത്രയും കാലം ഈ ദർശന സൗഭാഗ്യത്തിനായി ഭഗവാൻ ഒരുക്കിയെടുക്കുകയായിരുന്നുവെന്നും അവർ തിരിച്ചറിഞ്ഞു. സദാശിവത്തിന്റെ മുൻധാരണകളെല്ലാം മഞ്ഞുപോലെ സായി സൂര്യ തേജസ്സിൽ ഉരുകിയൊലിച്ചു. അദ്ദേഹം ഭഗവാന്റെ മഹിമ തിരിച്ചറിഞ്ഞു. പ്രഥമ ദർശനത്തോടെ പ്രശാന്തി നിലയവും ബാംഗ്ലൂരിലെ വൃന്ദാവനമാശ്രമവും MS-ന്റെ സ്വഗേഹമായി മാറി. അവസരം കിട്ടുമ്പോഴെല്ലാം സദാശിവത്തോടൊപ്പം MS ഭഗവത് സന്നിധിയിൽ ഓടിയെത്തി. നിരവധി തവണ തിരുസന്നിധിയിൽ പാടാനും ഭഗവാൻ അവസരം നൽകി. ആദ്യത്തെ സംഗീത വിരുന്നിന് ഭഗവാൻ അവസരം നൽകിയത് വൃന്ദാവനത്തിലെ സമ്മർ കോഴ്സിനിടയിൽ. ജനം നിറഞ്ഞു കവിഞ്ഞിരുന്നു. പ്രധാന അതിഥിയായി ശ്രീ അടൽ ബിഹാരി വാജ്പേയി, അന്നത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി. MS എല്ലാം മറന്നു പാടി. ഹൃദയത്തിൽ ഭഗവത് രൂപം മാത്രം. ആ സംഗീത ലഹരി വേദിയിൽ നിന്ന് സദസ്യരിലേക്കും ഒഴുകി. ശ്രോതാക്കൾ മന്ത്രമുഗ്ധരെ പോലെ ഇരുന്നുപോയി. MS അടുത്തതായി മീരാഭജൻ ആലപിച്ചു. ആ ഭക്തിലഹരി ഭഗവാനെ കൂടി സ്വാധീനിച്ചു. മീരാസ്മരണയിൽ ഭഗവാൻ മുഴുകിയിരുന്നു. പാട്ട് കഴിഞ്ഞു. പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റു. വലതുകരം ദ്രുതഗതിയിൽ ചലിച്ചു. ആ തൃക്കരത്തിൽ ഒരു സ്വർണ്ണ നെക്ലേസ് പ്രത്യക്ഷമായി. ഭഗവാൻ MS-ന് നേർക്ക് ആ ദിവ്യോപഹാരം നീട്ടി. MS കരങ്ങൾ നീട്ടി അത് വാങ്ങിയതും വികാരാധീനയായി. വാക്കുകൾ ഇടറി, കണ്ണുകൾ നിറഞ്ഞു. കുടുകുടെ കണ്ണീർ നിറഞ്ഞൊഴുകി. MS-ന്റെ ആധ്യാത്മിക ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി ആ അനുഭവം. ഭഗവാൻ അരുളി, മീരയായി അഭിനയിച്ച് പാടി പാടി അവൾ മീര തന്നെയായി തീർന്നിരിക്കുന്നു. ഇതിൽ കൂടുതലായി എന്ത് പുരസ്കാരമാണ് ഒരു സംഗീതോപാസകയ്ക്ക് ലഭിക്കാനുള്ളത്? 1940 കാലങ്ങളിൽ MS സുബ്ബലക്ഷ്മി തമിഴ്, ഹിന്ദി സിനിമകളിൽ മീരയെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
കാലം മുന്നോട്ടു പോകും തോറും പ്രശാന്തി നിലയം MS-ന്റെ സ്വന്തം കുടുംബമായി മാറി. ഭഗവാൻ മാതാവും പിതാവും സമസ്തവുമായി തീർന്നു. സമയം കിട്ടിയാൽ ഭഗവാൻ എവിടെയാണോ അവിടെ ഓടിച്ചെല്ലും. ഒന്ന് കാണുക, അത്രമാത്രമേ ആ ഭക്ത ആഗ്രഹിച്ചിരുന്നുള്ളൂ. ദർശനവേളയിൽ പലപ്പോഴും ഭഗവാൻ MS-ന്റെ മുന്നിൽ വന്ന് ഏറെ നേരം നിൽക്കും. സംഗീതരാജ്ഞി ആ സുന്ദര വിഗ്രഹം മതിവരുവോളം നയനങ്ങളാലെ പാനം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ ഭഗവാൻ അരുളും, വിഭൂതി സൃഷ്ടിച്ചു കൊടുക്കും. ചില സമയം അഭിമുഖത്തിന് വിളിക്കും. ഇതിനിടയിൽ MS-ന്റെ സായി ഭജനകൾ പുറത്തിറങ്ങി. സദാശിവം ആ ചുമതല നന്നായി നിറവേറ്റി. ആദ്യകാലങ്ങളിൽ ഭഗവാൻ തന്നെ എഴുതിപ്പാടിയ സായിരാം ചിലുക ആ ഭജനകളിൽ ഒന്നായിരുന്നു. MS അതിമധുരമായി പാടുന്നതും ഭഗവാൻ താളം പിടിച്ച് ആനന്ദിക്കുന്നതും കണ്ട സുഹൃതികൾക്ക് അതൊരിക്കലും മറക്കാനാവാത്ത രംഗമാണ്. MS തന്നെ ആ ധന്യമുഹൂർത്തത്തെ ഇങ്ങനെയാണ് അനുസ്മരിക്കാറ്. നമ്മൾ എത്ര സുഹൃതികൾ! നമ്മുടെ കൂടെ ഈശ്വരൻ ജീവിക്കുന്ന ഈ യുഗം എത്ര മഹനീയം! അതോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞ നാം എത്ര ഭാഗ്യശാലികൾ! ചെന്നൈയിൽ പോകുമ്പോൾ ഭഗവാൻ പലപ്പോഴും MS-ന്റെ വസതിയിലെത്തി അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സുസ്വരലക്ഷ്മി ഹിന്ദുസ്ഥാനി സംഗീത കുലപതി ഉസ്താദ് ബജേ ഗുലാം അലി ഖാൻ MS-നെ ഇങ്ങനെയാണ് ആദരവോടെ വിളിച്ചിരുന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, എത്ര മധുരമായാണ് അവർ പാടുന്നത്, എത്ര മധുരമാണ് അവരുടെ ശബ്ദം. സ്വയം മറന്ന് അവർ പാടുന്നു. പ്രാർത്ഥനാവേളയിൽ നാം ഈശ്വരനിൽ അലിഞ്ഞു ചേരണം. വെറുതെ ഭജന പാടുന്നതും ഈശ്വരനിൽ അലിഞ്ഞു ചേർന്ന് സ്വയം ഇല്ലാതായി പാടുന്നതും തികച്ചും വിഭിന്നം തന്നെ. സുബ്ബലക്ഷ്മിയുടെ സംഗീതം ആരുടെ തന്നെ ഹൃദയത്തെ ചലിപ്പിക്കുകയില്ല. MS സംഗീതത്തിനൊപ്പം ശ്രോതാക്കളെയും കൊണ്ടുപോവുകയാണ്. ഭാരത സർക്കാർ ഭാരതരത്ന സമ്മാനിച്ച് ആ സംഗീത റാണിയെ ആദരിച്ചു. സദാ ഭഗവത് സ്മരണയിൽ മുഴുകി കൂടെയുള്ളവരെ സംഗീതം വഴി ഭഗവത് തിരുസന്നിധിയിൽ എത്തിച്ച് ആ പുണ്യവതി ഇഹലോക ജീവിതം ധന്യമാക്കി. ഒരിക്കൽ ഒരു ഭക്തൻ പ്രശാന്തി നിലയത്തിലേക്ക് പോകവേ MS-നെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ഞാൻ പ്രശാന്തി നിലയത്തിലേക്ക് പോവുകയാണ്. ഭഗവാനോട് എന്തെങ്കിലും പറയാനുണ്ടോ? സായി സ്മരണ ഉണർന്നതും MS-ന്റെ തൊണ്ടയിടറി. കൺകോണുകളിൽ ബാഷ്പം നിറഞ്ഞു. അറിയാതെ കൈകൾ കൂപ്പിപ്പോയി. ഭഗവാന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രത്തിൽ നോക്കി അവർ മെല്ലെ പറഞ്ഞു, ഈശ്വരനോട് എന്തു പറയാനാണ്? എന്നുള്ളിൽ ഒരാഗ്രഹം രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ സായീശ്വരി എനിക്കത് സാധിച്ചു തരികയാണ്. ധന്യ ജീവിത നദി ചുഴികൾ നിറഞ്ഞതാണല്ലോ. എല്ലാവർക്കും ഇത് ബാധകം തന്നെ. അവിടെ താങ്ങായിട്ടുള്ളത് ഭഗവത് സ്മരണ മാത്രം. MS-ന്റെ മകൾ രാധയ്ക്ക് ഒരിക്കൽ ഗുരുതരമായ ശരീരക്ലേശമുണ്ടായി. ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. ആ ക്ലേശത്തിൽ നിന്ന് മറികടക്കാനായി ഏകദേശം 1 മാസത്തോളം സദാശിവവും MS-ഉം മകളും വൃന്ദാവനിൽ തങ്ങുവാനായി ഭഗവാൻ ഉപദേശിച്ചു. അങ്ങനെ ആ പ്രാരബ്ധ ദുഃഖത്തെ മറികടക്കുവാൻ സ്വാമി കൃപ ചൊരിഞ്ഞു. ഓം തത്സത്ത്.